രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒറ്റപ്പാലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് പ്രതിഷേധ പ്രകടനം നടന്നു. ഇലക്ഷൻ അട്ടിമറി ആരോപിച്ച് ഡൽഹിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ മുന്നണി നടത്തിയ മാർച്ചിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഒറ്റപ്പാലം ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുമാനനായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നരേന്ദ്രമോദിയുടെ പോലീസ് ആ മാർച്ച് തടയുകയും അതിൽ പങ്കെടുത്ത ജനപ്രതിനിധികളായിട്ടുള്ള MP-മാർ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം, പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ക്രിമിനൽ സംഘം ഈ രാജ്യം ഭരിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് നയിക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണത്തിനാണ് നരേന്ദ്രമോദിയുടെ പോലീസും ഈ ഭരണകൂടവും തയ്യാറായത്. വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനനായ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെയും ഈ ലോകത്തെയും മുഴുവൻ ജനങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളിലുമുള്ള പത്ര-ദൃശ്യ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് മുൻപിൽ കൃത്യമായ തെളിവ് സഹിതം നിരത്തിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, പ്രേമദാസ് പൂക്കാട്ടുകുന്ന്, KK സാജൻ, നഗരസഭാ കൗൺസിലർ PT രാധ, നേതാക്കളായ K കബീർ, NK കൃഷ്ണൻകുട്ടി, ഗിരീഷ്, നിർമ്മല ഷാജി, ജഗദീഷ് ശങ്കർ, N വിജയകുമാർ, K ഹരിദാസൻ, KP മോഹൻകുമാർ, KP മുരളീധരൻ, P ശിവശങ്കരൻ, റഷീദ് പുത്തൂർ, KV പാർവതി, അനില രമേശ്, MP അബ്ദുൾ റഷീദ്, K ഷമീർ, P അനന്തു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു.